നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ചില പോരായ്മകൾ പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജുഡീഷ്യറി നോക്കുമ്പോൾ കേരള ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു ഹൈ പെഡസ്റ്റലാണ്, ഒരു ഉയർന്ന പീഠത്തിലാണ് സാധാരണഗതി ഇരിക്കുന്നത്. കാരണം മറ്റ് ഉള്ള ഭാഗങ്ങളിലുള്ളതുപോലുള്ള ഒരു അഴിമതി ആരോപണങ്ങളോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള ഒരു സ്വജനപക്ഷപാതമൊന്നും ഇവിടെ കേരള ജുഡീഷ്യറിയിൽ നമുക്ക് അത് വളരെ കുറവാണ്. ഏതാണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കുറേ പേരെയൊക്കെ ഡിസിപ്ലിനറി ആക്ഷനൊക്കെ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ രജിസ്ട്രാർ ജനറലൊക്കെ ആയിരുന്നതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഇല്ലയെന്ന് പറയാൻ പറ്റുന്നില്ല, പക്ഷേ വളരെ കുറവാണ് ഇവിടെ. പക്ഷെ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. കുറവെന്നല്ല വേണ്ടത്, അവിടെ 0 ആയിരിക്കണം, കുറവല്ല 0 ആയിരിക്കണം ആ ലെവല്, അത് വേണം. ഇപ്പോൾ ഇന്നൊരു വാർത്ത കാണാനിടയായി. ഉത്തരാഖണ്ഡ് സ്വദേശിയായ ഓം പ്രകാശ് എന്ന് പറയുന്ന ഒരാൾ, അയാളിപ്പോൾ ജയിൽ മോചിതനാവുന്നു, അതായത് കുറ്റവിമുക്തനായി. സുപ്രീം കോടതിയാണ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കിയത്. അതിന് കാരണമെന്ന് പറയുന്നത് അയാൾക്ക് 14 വയസ്സുണ്ടായിരുന്നപ്പോൾ ഒരു കൊലക്കേസ് നടത്തി, ഒരു കൊലപാതകം നടത്തി. യഥാർത്ഥത്തിൽ അന്ന് അയാൾ ജുവനയിലാണ്. അപ്പോൾ അന്ന് ആ നിയമമൊന്നും അതുപോലെ നിലവിലില്ല. പക്ഷേ എന്നാലും ഒരു കുട്ടി എന്നുള്ള പരിഗണന അതിന് കൊടുക്കാതെ അയാളെ അതിനകത്ത് വധശിക്ഷയ്ക്ക് വിധിച്ചു. ആ കേസിനകത്ത് വിചാരണ കോടതി ഈ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു, കൺഫേം ചെയ്തു. അതിൻ്റെ പുറത്ത് അയാൾ സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി കൺഫേം ചെയ്തു കഴിഞ്ഞപ്പോഴൊക്കെ ഇയാൾ അലമുറയിട്ട് പറയുന്നുണ്ട്, എനിക്ക് 14 വയസ്സേ ഉള്ളായിരുന്നു അന്നെന്ന്. കാരണം പിന്നെ നിയമമൊക്കെ മാറി വരുമ്പോൾ ക്രിമിനൽ ലോയിൽ എപ്പോഴും അങ്ങനെ വരുന്നുണ്ടേ, ഒരു അക്യൂഷന് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ വന്നാൽ, അതായത് ഇപ്പോൾ ഒരു ജുവനയിലായിരുന്ന ഒരാൾ ചെയ്ത ഒരു കൃത്യമാണ്, ആ സമയത്ത് അയാൾ ജുവനയിലായിരുന്നു, ഒരു ചൈൽഡായിരുന്നു. ചൈൽഡ് എന്ന് പറയുന്നത് ബിലോ 18 ഇയേഴ്സ് എല്ലാം ചൈൽഡായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇതനുസരിച്ച് നമുക്ക് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് നമ്മൾ നോക്കിയാലും അതുപോലെ CRPC അനുസരിച്ചൊക്കെ നോക്കിയാലും നമുക്ക് ആ നിയമമല്ല അയാൾക്ക് ബാധകമായിട്ടുള്ളത്. അയാൾക്ക് വേറെ നടപടിയാണുള്ളത്, അതായത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ശിക്ഷയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അയാൾക്ക് ഒരു 4-5 വർഷമൊക്കെ വേണ്ടി വരുള്ളൂ. അത് ഇയാൾ 25 ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ സുപ്രീം കോടതി കൺഫേം ചെയ്തു. അതിൻ്റെ പുറത്ത് അയാൾ പ്രസിഡന്റിന് ദയാഹർജി കൊടുത്ത് അയാൾ ഈ തെളിവൊക്കെ കാര്യമാക്കി 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് ജീവപര്യന്തമായിട്ട് കൊടുത്തു, അയാളുടെ വധശിക്ഷയിൽ നിന്ന് മാറ്റി. അപ്പോൾ അയാൾ വിചാരണ കോടതിയിലെ ഇയാൾക്ക് 14 വയസ്സേ ഉള്ളെന്ന് പറഞ്ഞു. അതിനൊക്കെ അയാളെ എക്സാമിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അയാളെ ബയോളജിക്കലായിട്ട് അയാളെ എക്സാമിൻ ചെയ്തിട്ട് അയാളെ കണ്ടുപിടിക്കണം, അയാളുടെ ഏജ് കണ്ടുപിടിക്കണം. കാരണം ഈ ഏജ് കൊടുക്കുന്ന എല്ലാം കള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞ് കളഞ്ഞു. ഹൈക്കോടതി അതെടുത്തില്ല. അവസാനം ഇപ്പോൾ സുപ്രീം കോടതി 25ാമത്തെ വർഷം കണ്ടുപിടിച്ചു ഇയാൾക്ക് 14 വയസ്സേ ഉള്ളായിരുന്നു, അയാൾ ഇത്രയും വർഷം കിടക്കാൻ പാടില്ലായിരുന്നു എന്ന് കണ്ടുപിടിച്ചു. ജയിൽ ശിക്ഷ. അയാൾ 25 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്. നമ്മളൊന്ന് ആലോചിക്കണം. ഒരു 25 വർഷം ഒരാൾ ജയിലിൽ കിടന്നു, അത് ചിലപ്പോൾ ഒരു 4-5 വർഷം ഏതെങ്കിലും മറ്റ് രീതിയിൽ, അതായത് വളരെ ബോർഡൽ സ്കൂൾ പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ വേണ്ടിയിരുന്ന ഒരാൾ 25 വർഷം അയാൾ കഠിന തടവ് അനുഭവിക്കുകയാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 25 വർഷം എന്ന് പറഞ്ഞാൽ അയാൾക്കിപ്പോൾ 14 വയസ്സിൽ ജയിലിൽ കയറി. ഇപ്പോൾ അയാൾക്ക് 25 വയസ്സായപ്പോൾ എത്ര വർഷമായി? 39 വയസ്സ്. 25ഉം 39 വയസ്സ് പ്രായമായി. ജീവിതത്തിൻ്റെ ഏതാണ്ടൊരു മധ്യവയസ്കൻ എന്നുള്ള നിലയ്ക്ക് വരെയുള്ള കാലം കഴിഞ്ഞില്ലേ. പിന്നെ ചില്ലറ കാര്യമൊന്നും ആയിരിക്കത്തില്ല ചെയ്തേക്കുന്നത്. ഈ 14 വയസ്സേ ഉള്ളെങ്കിലും വധശിക്ഷ കിട്ടണമെങ്കിൽ, വാങ്ങിച്ചെടുക്കണമെങ്കിൽ അത്രത്തോളം വലിയ ക്രൂരതയായിരിക്കും കാണിച്ചേക്കുന്നത് ആ വ്യക്തിമിൻ്റെ അടുത്ത്. അല്ലെ ആ രീതിയിലുള്ള സ്പെഷ്യൽ സർക്കംസ്റ്റാൻസ് ഉള്ള കേസായിരിക്കും. റയറല്ലേ, അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ വന്നേക്കുന്നത്. അങ്ങനെ വരേണ്ട വധശിക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം കാഠിന്യമേറിയ കാര്യമായിരിക്കും ചെയ്തത്. അത് അയാൾക്ക് ഒരു ദൈവശിക്ഷയെ നമ്മൾ കണക്കാക്കിയാൽ മതി. കാരണം എന്തായാലും ജീവനൊന്നും പോയില്ല, ഇറങ്ങി വന്നല്ലോ. 25 വർഷം കിടന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് യഥാർത്ഥത്തിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിച്ച് അത് ചെയ്യാനുള്ള ഒരു വ്യഗ്രത, യഥാർത്ഥത്തിൽ ഒരു ജാഗ്രത കോടതികളിൽ കാണുന്നില്ല, ചില കോടതികളിൽ കാണുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും അയാൾ
പുറത്തിറങ്ങിയല്ലോ, വലിയ കാര്യം.